അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തൈസീറുൽ കുബ്ര ബിശർഹി അജ്നാസിൽ കുബ്ര. ദർസ് 46. ആദ്യം മത്തിന് മാത്രം നോക്കുക. അജ്നാസുൽ കുബ്ര. വൽ ഖാമിസു തഫഅല ബിസിയാദത്തി താഇ വൽ അലിഫി ബഅദൽ ലാമി നഹ്വ തസൽഖാ യതസൽഖാ തസൽഖിയൻ ഫഹുവ മുതസൽഖിൻ അൽ അംറു മിൻഹു തസൽഖ ലിയതസൽഖ വന്നഹിയു ലാ തതസൽഖ ലാ യതസൽഖ. വൽ ഖാമിസു അഞ്ചാമത്തത് തഫഅല തഫഅല യാണ് ബിസിയാദത്തി താഇ വൽ അലിഫി ബഅദൽ ലാമി ബിസിയാദത്തി താഇ താഇനെ വർദ്ധിപ്പിക്കൽ കൊണ്ട് താഇനെ എവിടെയാണ് വർദ്ധിപ്പിച്ചത്? ഫാഇന്റെ മുൻപ്. വൽ അലിഫി ബഅദൽ ലാമി ലാമിനു ശേഷം അലിഫിനെയും വർദ്ധിപ്പിക്കൽ കൊണ്ട്. അലിഫിനെ വർദ്ധിപ്പിച്ചത് ലാമിനു ശേഷമാണ്. നഹ്വ തസൽഖാ തസൽഖാ പോലെ. തസൽഖാ എന്നതിൻ്റെ അർത്ഥങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഞാൻ തസൽഖാ എന്നതിൻ്റെ അർത്ഥങ്ങൾ മാത്രം പറയാം. ശേഷമുള്ളവയുടെ അർത്ഥങ്ങൾ നിങ്ങൾ ചിന്തിച്ചു പറയണം. തസൽഖാ അവൻ മലർന്നു വീണു. അവൻ മലർന്നു വീണു. തസൽഖാ അവൻ മലർന്നു വീണു. തസൽഖാ എന്ന ഫിഇലിന് ഇസ്തൽഖാ അലാ ലഹ്രിഹി എന്നതിൻ്റെ അർത്ഥവും ഉണ്ട്. ഇസ്തൽഖാ അലാ ലഹ്രിഹി എന്ന് പറയുന്നത് അവൻ സുഖമായി ഉറങ്ങി എന്ന അർത്ഥത്തിലാണ്. അതനുസരിച്ച് തസൽഖാ അവൻ സുഖമായി ഉറങ്ങി. നന്നായി മനസ്സിലാക്കി വെക്കണം. തസൽഖാ അവൻ മലർന്നു വീണു. തസൽഖാ അവൻ സുഖമായി ഉറങ്ങി. ഇനി ബാക്കിയുള്ളവയുടെ അർത്ഥങ്ങൾ നിങ്ങൾ ആലോചിച്ച് പറയണം. ഇനി ശർഹ് നോക്കുക. വൽ വസ്നുൽ ഖാമിസു മിൻഹു അതിൽ നിന്നുള്ള അഞ്ചാം പദമാതൃക. വയുസമ്മ അതിനു പേര് പറയപ്പെടും.
ബാബ തഫഅലി. തഫഅലി ബാബ് എന്ന്. നഹ്വ. നഹ്വ തസൽഖി. നഹ്വ തസൽഖി. തസൽഖി പോലെ. വതഖൂലു ഫി ഫഅല. ഫഅലയിൽ താങ്കൾ പറഞ്ഞോളൂ. തഫഅല. തഫഅല എന്ന്. ഫഅല എന്നതിനെ അതിൻ്റെ തുടക്കത്തിൽ താഇനെയും ലാമിന് ശേഷം അലിഫിനെയും വർദ്ധിപ്പിച്ച് തഫഅല എന്ന് ആക്കി. തഫഅല യതഫഅല. ബിഫത്ഹിൽ ലാമി. ലാമിന് ഫതഹ് കൊണ്ട്. ഫീഹിമ രണ്ടിലും. വബിസിയാദത്തി താഇ വൽ അലിഫി ബഅദൽ ലാമി കമാ തഖൂലു ഫീ നഹ്വി സലഖ തസൽഖാ. തസൽഖാ യതസൽഖാ തസൽഖിയൻ. ബികസ്രിൽ ഖാഫി. ഖാഫിന് കസ്റ് കൊണ്ട്. ഫഹുവ മുതസൽഖിൻ. അൽ അംറു ലിൽ ഹാദിരി മിൻഹു തസൽഖ ബിഫത്ഹിൽ ഖാഫി വ അലാമത്തു ജസ്മിഹി. ഇതിലെ ജസ്മിൻ്റെ അടയാളം ബിഹദ്ഫി ആഖിരിഹി. അതിൻ്റെ അവസാനത്തെ കളയൽ കൊണ്ടാണ്. വൽ ഗായിബു മിൻഹു ലിയതസൽഖ. അതിൽ നിന്നുള്ള ഗായിബ് ലിയതസൽഖ. ലിയതസൽഖ എന്നാണ്. വന്നഹിയു ലിൽ ഹാദിരി മിൻഹു ലാ തതസൽഖ. വൽ ഗായിബു മിൻഹു ലാ യതസൽഖ. ഇനി മത്ന് നോക്കുക. വസ്സാദിസു തമഫ്അല ബിസിയാദത്തി താഇ വൽ മീമി. നഹ്വ തമസ്കന യതമസ്കനു തമസ്കുനൻ ഫഹുവ മുതമസ്കിനുൻ. അൽ അംറു മിൻഹു തമസ്കൻ ലിയതമസ്കൻ. വന്നഹിയു ലാ തതമസ്കൻ ലാ യതമസ്കൻ. വസ്സാദിസു ആറാമത്തത് തമഫ്അല. തമഫ്അലയാണ്. ബിസിയാദത്തി താഇ വൽ മീമി. താഇനെയും മീമിനെയും വർദ്ധിപ്പിക്കൽ കൊണ്ട്. നഹ്വ തമസ്കന
തമസ്കന പോലെ. തമസ്കന എന്നതിൻ്റെ അർത്ഥങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. തമസ്കന, അവൻ ഏഴയായി നടിച്ചു, അവൻ ദരിദ്രനായി നടിച്ചു, അവൻ ഏഴ ചമഞ്ഞു. ഏഴ എന്നതിൻ്റെ അർത്ഥം ദരിദ്രൻ എന്നാണ്. അവൻ ഏഴയായി നടിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അവൻ ദരിദ്രനായി നടിച്ചു. തമസ്കന എന്നതിന് സ്വാറമിസ്കീനൻ എന്നതിൻ്റെ അർത്ഥമുണ്ട്. തമസ്കന, അവൻ അഗതിയായി തീർന്നു, അവൻ ഏഴയായി തീർന്നു, അവൻ ഗതികെട്ടു. തമസ്കന എന്നതിന് തവല്ലല എന്നതിൻ്റെ അർത്ഥമുണ്ട്. തമസ്കന, അടി പണിഞ്ഞു. തമസ്കന, അഭിമാനം വെടിഞ്ഞു. തമസ്കന, അവൻ കെഞ്ചി. തമസ്കന, അവൻ തരം താണ് വർത്തിച്ചു. ഇനി ഇതിൻ്റെ അനുബന്ധമായി സക്കന, സക്കന, സാക്കന, അസ്കന, ഇസ്തക്കന, തസക്കന എന്നിവയുടെ അർത്ഥങ്ങൾ നിങ്ങൾ പഠിക്കണം. സക്കന യസ്കുനു സുകൂനൻ വ സക്കനൻ. സക്കന എന്നതിന് രണ്ട് മസ്ദറുകളുണ്ട്. ഒന്ന് സുകൂനൻ, രണ്ട് സക്കനൻ. സക്കന എന്നതിൻ്റെ അർത്ഥങ്ങൾ ഏവ. സക്കന, അത് നിശ്ചലമായി, അത് അനക്കമടങ്ങി. സക്കന, അവൻ അടങ്ങി, അത് അടങ്ങി, അത് ശമിച്ചു, അത് ശാന്തമായി. സക്കന എന്നതിന് ഹദഅ എന്ന ഫിഅലിൻ്റെ അർത്ഥങ്ങളുണ്ട്. സക്കന, ഹദഅ എന്നിവയുടെ അർത്ഥങ്ങൾ അവൻ അടങ്ങി, അത് അടങ്ങി, അത് ശമിച്ചു, അത് ശാന്തമായി. സക്കനദ്ധാറ, അവൻ വീട്ടിൽ വസിച്ചു, അവൻ വീട്ടിൽ പാർത്തു. സക്കന ഇലൈഹി, അവൻ ആശ്വാസം കണ്ടു, വിശ്വാസം തോന്നി, മനസ്സംതൃപ്തി തോന്നി, അവൻ ആശ്രയിച്ചു. സക്കന യുസക്കിനു തസ്കീനൻ. സക്കന, അവൻ ശാന്തമാക്കി, അവൻ ശമിപ്പിച്ചു. സാക്കന യുസാക്കിനു. സാക്കന, കൂടെ പാർത്തു. സാക്കന, ഒരേ വീട്ടിൽ ഒരുമിച്ചു വസിച്ചു. സാക്കന, സഹവസിച്ചു. അസ്കന യുസ്കിനു ഇസ്കാനൻ. അസ്കന, അവൻ പാർപ്പിച്ചു, അവൻ പാർപ്പിടം നൽകി. ഇസ്തക്കന യസ്തക്കിനു. ഇസ്തക്കന, അവൻ എളിയവനായി, അവൻ കീഴ്പ്പെട്ടു കഴിഞ്ഞു, അവൻ അധസ്ഥിതനായി. തസക്കന യതസക്കനു. തസക്കുനൻ. തസക്കന, അവൻ അഗതിയായി, അവൻ ഏഴയായി. തസക്കന എന്ന ഫിഅലിന് തശബ്ബഹ ബി മിസ്കീനിൻ എന്നതിൻ്റെ അർത്ഥമുണ്ട്. തസക്കന, അവൻ അഗതിയെന്നു നടിച്ചു, അവൻ ദാരിദ്ര്യ ഭാവം പ്രകടിപ്പിച്ചു. തമസ്കന എന്നതിൻ്റെ അർത്ഥങ്ങൾ ആദ്യം പറഞ്ഞല്ലോ. ഇനി നിങ്ങൾ ശേഷമുള്ളവയുടെ അർത്ഥങ്ങൾ ആലോചിച്ചു പറയണം.
എന്നിട്ട് എഴുതി വെക്കണം. ഇനി ഷറഹ് നോക്കുക. തൈസീറുൽ കുബ്ര വൽ വസ്നു സാദിസു മിൻഹു, അതിൽ നിന്നുള്ള 6-ാം വസ്ന് തമഫ്അലയാണ്. വയുസമ്മ, അതിന് പേര് പറയപ്പെടും ബാബത്ത് തമഫ്ഉലി, തമഫ്ഉൽ ബാബ് എന്ന്, തമഫ്ഉൽ ബാബ്, തമഫ്ഉൽ ബാബ് എന്ന്. നഹ്വ തമസ്കുനി, തമസ്കുൻ പോലെ. വതഖൂലു ഫീ ഫഅല തമഫ്അല, തമഫ്അല യതമഫ്അലു ബിഫത്ഹിൽ ഐനി ഫീഹിമാ. തമഫ്അല യതമഫ്അലു, തമഫ്അല യതമഫ്അലു, രണ്ടിലും ഐനിന് ഫതഹ് കൊണ്ട്. വബി സിയാദത്തി താഇ വൽ മീമി കമാ തഖൂലു ഫീ നഹ്വി സക്കന തമസ്കന. തമസ്കന യതമസ്കനു തമസ്കുനൻ ബിളമ്മിൽ കാഫി ഫഹുവ മുതമസ്കിനുൻ അൽ അംറു ലിൽ ഹാദിരി മിൻഹു തമസ്കൻ വൽ ഗായിബ് മിൻഹു ലിയതമസ്കൻ, ലിയതമസ്കൻ. വന്നഹിയു ലിൽ ഹാദിരി മിൻഹു ലാ തതമസ്കൻ വൽ ഗായിബു മിൻഹു ലാ യതമസ്കൻ. നന്നായി ശ്രദ്ധിച്ച് പഠിക്കണം. വൽ വസ്നുൽ ഖാമിസു മുതൽ നന്നായി ശ്രദ്ധിച്ച് പഠിക്കുക. തസൽഖ എന്നതിൻ്റെ അർത്ഥങ്ങളും ഇസ്തൽഖ എന്നതിൻ്റെ അർത്ഥവും ഇസ്ലംഖ എന്നതിൻ്റെ അർത്ഥവും താരതമ്യം ചെയ്ത് പഠിക്കണം. ഏതെല്ലാമാണ് താരതമ്യം ചെയ്ത് പഠിക്കേണ്ടത്? തസൽഖ എന്നതിൻ്റെ അർത്ഥങ്ങളും ഇസ്തൽഖ എന്നതിൻ്റെ അർത്ഥവും ഇസ്ലൻഖ എന്നതിൻ്റെ അർത്ഥവും. തസൽഖ അവൻ മലർന്നു വീണു, അവൻ സുഖമായി ഉറങ്ങി. ഇസ്തൽഖ അവൻ മലർന്നു കിടന്നു. ഇസ്ലൻഖ അവൻ മലർന്നു കിടന്നു. ഇസ്തൽഖ അവൻ മലർന്നു കിടന്നു. ഇസ്ലൻഖ അവൻ മലർന്നു കിടന്നു. ഇസ്തൽഖ അലാ ലഹ്രിഹി അവൻ സുഖമായി ഉറങ്ങി. ഇസ്തൽഖ അവൻ മലർന്നു കിടന്നു. അലാ ലഹ്രിഹി അവൻ്റെ മുതുകിൻ്റെ മേൽ. ഇസ്തൽഖ അലാ ലഹ്രിഹി അവൻ അവൻ്റെ മുതുകിൻ്റെ മേൽ
മലർന്നു കിടന്നു. ഇസ്തൽഖാ അലാ ലഹ്രിഹി എന്നത് അവൻ സുഖമായി ഉറങ്ങി എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നു. ഇനി നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തസൽഖ എന്നതിൻ്റെ ബാക്കിയുള്ളവയുടെ അർത്ഥങ്ങൾ പറഞ്ഞു പഠിക്കുന്നതിനോടൊപ്പം ഇസ്തൽഖ എന്നതിൻ്റെയും ഇസ്തൽഖ അലാ ലഹ്രിഹി എന്നതിൻ്റെയും ഇസ്ലൻഖ എന്നതിൻ്റെയും അതുമായി ബന്ധപ്പെട്ടവയുടെയും അർത്ഥങ്ങൾ പറഞ്ഞ് പരിശീലിക്കണം, എഴുതി വെക്കുകയും ചെയ്യണം. ഇവയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ നന്നായി പഠിക്കണം. അഞ്ചാം വസ്നും ആറാം വസ്നും അവയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദീകരണങ്ങളും ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കുക. അവയുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ ചിന്തിച്ച് കണ്ടെത്തുക. ഇവ പഠിക്കുമ്പോൾ നന്നായി അഭ്യാസം അനിവാര്യമാണ്. നിത്യഭ്യാസി ആയിരിക്കണം, എന്നാൽ നല്ല പുരോഗതി ഉണ്ടാവും. അല്ലാഹു തആല നന്നായി അഭ്യസിക്കാനും പരിശീലിക്കാനും പഠനത്തിൽ മികവ് പുലർത്താനും തൗഫീഖ് നൽകട്ടെ. ഇഹലോകത്തും പരലോകത്തും അല്ലാഹു തആല നമുക്ക് വിജയം നൽകട്ടെ. അല്ലാഹു തആല നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.